വാട്ട് ഇഫ് ടോണി സ്റ്റാർക്ക് വാസ് റിയൽ? മാർവൽ കോമിക്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നായ ടോണി സ്റ്റാർ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയിരിക്കും? മേ ബി വി ഹാവ് വൺ മാൻ. ഹി ഈസ് ദ ക്ലോസസ്റ്റ് ടു വാട്ട് ടോണി സ്റ്റാർ കുഡ് ഹാവ് ബീൻ. ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എലോൺ മസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്ന പദവിയിലേക്കുള്ള വഴി, വാസ് ഇറ്റ് an easy one? Was it a given? No, it was taken by Musk. പൊതുവെ ഒരു നാണം കുടുങ്ങിയും ഇൻട്രോവേർട്ടുമായ മസ്കിന്റെ ചൈൽഡ്ഹുഡ് വാസ് ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് ചലഞ്ചസ്. സ്കൂളിൽ അദ്ദേഹം ഒരുപാട് ബുള്ളി ചെയ്യപ്പെട്ടു. ഒരു തവണ 1ാം നിലയിൽ നിന്ന് കുട്ടികൾ തള്ളി മസ്കിനെ താഴേക്കിടുന്ന ഇൻസിഡന്റ് പോലും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവുമായി അദ്ദേഹത്തിനുള്ള റിലേഷൻഷിപ്പ് അത്ര നല്ലതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റി പറയുമ്പോൾ, he was accused of committing 3 murders and certain other things which we really don't want to speak on camera. And Musk hated his father. മസ്ക് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഹീനനായ വ്യക്തികളിൽ ഒരാളാണ് എന്റെ അച്ഛൻ എന്നാണ്. I think on like Wikipedia it says that I was inspired by my father in terms of technology. This is actually not true. I think that needs to be corrected. He's somewhat of a Luddite actually in many respects, particularly computers. He didn't want to buy a computer and refused to use computers and said they would never amount to anything. So I actually had to buy a computer with saved up my allowance and then he did contribute a bit after I saved up my allowance, but he initially refused to buy a computer for me. തന്റെ അച്ഛനിൽ നിന്ന് അകന്നു നിൽക്കാനും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് 17ാം വയസ്സിൽ മസ്ക് അമ്മയുടെ കനേഡിയൻ പൗരത്വം ഉപയോഗിച്ച് കാനഡയിലേക്ക് കുടിയേറുന്നത്. എക്കണോമിക്സിലും ഫിസിക്സിലും ബിരുദമെടുത്തതിനു ശേഷം ഉപരിപഠനത്തിനായി സ്റ്റാംഫോർഡിലേക്ക് പോകുന്ന മസ്ക് അവിടെ ഉപരിപഠനത്തിന് ചേരുന്നില്ല. പകരം he starts an illustrious business career right from Stanford. When my brother and I were starting our first company, instead of getting an apartment, we just rented a small office and we slept on the couch. And we showered at the YMCA, and we're so hot up we had just one computer. So the website was up during the day, and I was coding at night. 7 days a week, all the time. ഉപരിപഠനത്തിന് ചേരാതെ അദ്ദേഹത്തിന്റെ സഹോദരനോടൊപ്പം ആരംഭിച്ച ആദ്യത്തെ സ്റ്റാർട്ടപ്പായ Zip2 അന്ന് 1999 കോമ്പാക് ഏറ്റെടുക്കുന്നത് $309 million. ഇന്നത്തെ അതിന്റെ മൂല്യം നമുക്ക് ഊഹിക്കാൻ കൂടി കഴിയില്ല. If you're creating a company or if you're joining a company, the most important thing is to attract great people. So either join a group that's amazing that you really respect, or if you're building a company, you've got to gather great people. I mean, all a company is a group of people that have gathered together to create a product or service. പിന്നീട് അങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയ വിജയഗാഥകൾ. 2002 സ്പേസ് എക്സ് ആരംഭിക്കുന്നു. 2003 ടെസ്ലയുടെ CEO ആയി സ്ഥാനമേൽക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളായി ടെസ്ലയെയും സ്പേസ് എക്സിനെയും വളർത്തിയത് ഇലൺ മസ്കിന്റെ അധ്വാനവും വിയർപ്പും ഡിറ്റർമിനേഷനുമാണ്. What are you trying to prove to them? What I'm trying to do is to make a significant difference in spaceflight and help make spaceflight accessible to almost anyone. And I would hope for as much support in that direction as we can receive. പലതവണ തോൽവിയുടെ വക്കെത്തിയിട്ടും തോൽക്കാതെ മുന്നോട്ട് പോകാൻ മസ്കിന് കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? മസ്കിന്റെ ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു ആറ്റിറ്റ്യൂഡിന് കാരണം എന്തായിരിക്കും? മസ്കിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ടെസ്ല ഒരിക്കലും വിജയമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ആളുകളുടെ ചിന്താഗതി, പെർസെപ്ഷൻ ടുവേർഡ്സ് ഇലക്ട്രിക് കാർസ് അത് മാറണം. ഇലക്ട്രിക് കാർസ് എന്നാൽ ടെസ്ലയുടെ സ്ഥാപക സമയത്ത് വളരെ ബോറിംഗ് ആയ, സ്ലോ ആയ ഗോൾഫ് കാർട്ടുകൾ പോലത്തെ കാറുകൾ മാത്രമായിരുന്നു. നമ്മൾ റിസോർട്ടുകളിലും മറ്റും കാണാറുള്ള ചെറിയ ഗോൾഫ് കാർട്ടുകൾ പോലത്തെ കാറുകളാണ് അന്നത്തെ ഇലക്ട്രിക് കാറുകൾ. ഹി വാണ്ടഡ് ടു ചേഞ്ച് ഇറ്റ്. അദ്ദേഹം പറഞ്ഞത്, തോറ്റാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആളുകളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയണം. ഇന്ന് ടെസ്ല ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഒരു കയ്യൊപ്പെന്നോണം ഒരു ടെസ്ല ബഹിരാകാശത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ടെസ്ലയേക്കാൾ ഉജ്ജ്വലമാണ് സ്പേസ് എക്സിന്റെ വിജയഗാഥ. ഒരുപക്ഷെ അതിന്റെ കഥ എലൺ മസ്ക് വിവരിക്കുമ്പോൾ അദ്ദേഹം ഈറനണിയുന്നത് അതുകൊണ്ടായിരിക്കും. ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യത്തെ പ്രൈവറ്റ് ഫ്യൂവൽഡ് റോക്കറ്റ് അതായിരുന്നു സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 1. ഒരുപക്ഷെ 2008 ഒരുപാട് കഠിനതകളിലൂടെ കടന്നുപോയതിനു ശേഷം കയ്യിൽ അവശേഷിക്കുന്നത് കേവലം 30 മില്യൺ മാത്രമാണ്.
അദ്ദേഹത്തിന് ടെസ്ലയുണ്ട്, സ്പേസ് എക്സ് ഉണ്ട്. ഇത് ടെസ്ലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ സ്പേസ് എക്സ് ഇല്ലാതാവും, സ്പേസ് എക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ടെസ്ല ഇല്ലാതാവും. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ സ്വന്തം രണ്ട് കുഞ്ഞുങ്ങൾ, അതിലൊരു കുഞ്ഞിനെ കൊന്നാലേ മറ്റേ കുഞ്ഞിന് ജീവിക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥ. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം തുല്യമായി 2 കമ്പനിയിലേക്കും വീതിച്ചു വെക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നുണ്ട്, ഒരുപക്ഷെ സ്പേസ് എക്സിലേക്ക് എനിക്ക് അന്ന് എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം വെച്ചുകൊണ്ട് വളരെ മികച്ച ഒരു എഞ്ചിനീയറെ ജോലിക്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചീഫ് എഞ്ചിനീയറായി ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 1, 2, 3 തവണ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ലോഞ്ചുകൾ പരാജയപ്പെട്ടത്. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ, നമ്മളൊക്കെ ആണെങ്കിൽ പോലും തളർന്നു പോകേണ്ട അവസ്ഥ. ഉള്ള സമ്പാദ്യം മുഴുവൻ ഏറ്റെടുത്ത് ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. 3 തവണ കഠിനമായി പരാജയപ്പെടുന്നു. ബാക്കിയുള്ളത് കേവലം ഒരു ലോഞ്ചിനുള്ള പൈസയാണ്. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല. 4ാമത്തെ ലോഞ്ചിൽ he was successful. And what does it tell us? Yes, never give up. Well, there's a ton of failures along the way, that's for sure. Like, so as I said, for SpaceX, the first 3 launches failed. And we actually were just barely able to scrape together enough parts and money to do the 4th launch. If that 4th launch had failed, we would have been dead. So multiple failures along the way. I tried very hard to get the right expertise in for SpaceX. I tried hard to find a great chief engineer for the rocket, but the good chief engineers wouldn't join, and the bad ones, well, there was no point in hiring them. So I ended up being chief engineer of the rocket. So if I could have found somebody better, then we would have maybe had less than 3 failures. പിന്നീടുമുണ്ടായി ഒരുപാട് തിരിച്ചടികളും തിരിച്ചറിവുകളും. ഉദാഹരണത്തിന്, നല്ലവണ്ണം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ക്രിക്കറ്റാണ് അവന്റെ ജീവവായു. അവന്റെ അടുത്ത് അവന്റെ ആരാധനാപാത്രമായ സച്ചിനോ ധോണിയോ വന്ന് പറയുകയാണ്, ഹേ, നീ ക്രിക്കറ്റ് കളിക്കാൻ ജനിച്ചവനല്ല, നീ വേറെ വല്ല പണിയും ചെയ്യേണ്ടവനാണ് എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പറഞ്ഞു വരുന്നത് സ്പേസ് എക്സിന്റെ സ്പേസ് പ്രോഗ്രാംസിനെ, അതായത് ഒബാമ സർക്കാരുമായുള്ള ധാരണയിലെത്തിയതിനു ശേഷം സ്പേസ് പ്രോഗ്രാംസിനെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനെ നീൽ ആംസ്ട്രോങ് അടക്കമുള്ള ഒരുപാട് പേർ എതിർത്തിരുന്നു. I was very sad to see that because those guys are, those guys are heroes of mine, so it's really tough. I wish they would come and visit and see the hardware that we're doing here, and I think that would change their mind. തന്റെ ഐഡൽസ്, ആരാധനാപാത്രങ്ങൾ, തന്റെ കമ്പനിയെയും തന്റെ എഫേർട്സിനെയും തള്ളിപ്പറയുന്നത് ഒരുപക്ഷെ ആ മനുഷ്യനെ മാനസികമായി ഒരുപാട് തളർത്തിയേക്കാം. But nothing could stop him. Look where he is right now. Stuff doesn't need to be changed the world just to be good. Whatever this thing is that you're trying to create, what would be the utility delta compared to the current state of the art times how many people it would affect? So that's why I think having something that makes a big difference but affects a sort of small to moderate number of people is great, as is something that makes even a small difference but affects a vast number of people. എലോൺ മസ്ക് എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? Fall 7 but stand up 8. വഴിയിൽ വീണു പോയേക്കാം, പക്ഷെ എഴുന്നേൽക്കുക, പിന്നെയും നടക്കുക. It's not easy. Not everyone can do it. Yes. But what if someone can do it by listening to his story? ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രചോദനമായെങ്കിലും. നിങ്ങൾക്ക് ഇലോൺ മസ്കിന്റെ വ്യക്തിജീവിതമായോ രാഷ്ട്രീയ നിലപാടുകളുമായോ യോജിക്കാം, വിയോജിക്കാം. There have been many controversial posts about him. But we can take nothing away from his determination, from his grit, and from his victory. He's one of the most brilliant figures of our times. Oh my God.